ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മേഘയുടെ അടുത്തേക്ക് വന്നിട്ട് സേട്ട് കുറച്ച് ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. പൈസ വാങ്ങിയിട്ട് പലിശ തന്നിട്ടില്ലെങ്കിൽ ഞാൻ അവരെ അന്വേഷിച്ച് വരിക തന്നെ ചെയ്യും. അപ്പോൾ മേഘ അയാളോട് പറയുന്നുണ്ട്, ഈ മാസം തന്നിട്ടില്ലെങ്കിൽ എന്താ, അടുത്ത മാസം രണ്ടും കൂടി ചേർത്തിട്ട് വാങ്ങിക്കോ. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, ഇനി അടുത്ത മാസവും തരാൻ സാധിച്ചില്ലെങ്കിലോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അടുത്ത മാസം വാങ്ങിക്കോ. മേഘ വളരെ കൂളായിട്ടാണ് പറയുന്നത്. അപ്പോൾ തന്നെ അയാൾ പറയുന്നുണ്ട്, നിങ്ങളെപ്പോലുള്ള ബിസിനസ്സുകാരുടെയൊക്കെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെ ഒരുപാട് ബിസിനസ്സുകാർ എൻ്റെ അടുത്ത് പണയം വെച്ച വസ്തുക്കൾ ഞാൻ തന്നെ വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ട്. മിക്കവാറും നിങ്ങളുടെ വീടും ഞാൻ തന്നെ എടുക്കേണ്ടി വരും. അത് കേട്ടപ്പോൾ മേഘയ്ക്ക് ചെറുതായിട്ടൊരു ഷോക്കാവുകയാണ്. ഇവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് തന്നെ നിങ്ങളെ കൊണ്ട് ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. പിന്നെ എങ്ങനെ വാങ്ങിയ പൈസക്ക് നിങ്ങൾക്ക് പലിശ തരാൻ സാധിക്കും? അപ്പോഴും മേഘ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാവാതെയാണ് സംസാരിക്കുന്നത്. അതൊക്കെ ഞങ്ങൾ ശരിയാക്കും സെഡ്ജി. നിറയെ കമ്പനികളുമായിട്ട് ഞങ്ങൾ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അവരുമായിട്ട് ടൈപ്പ് ചെയ്ത് ഞങ്ങൾ പഴയതുപോലെ തന്നെ വളർന്നു വരും. മേഘ പറയുന്ന വിഡ്ഢിത്തരത്തിന് കൂട്ടുനിന്നുകൊണ്ട് മനോഹരനും ഒക്കെ സമ്മതിച്ചു കൊടുക്കുകയാണ്. അത് കേട്ടതും സേഡ്ജി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിങ്ങൾ വളരുന്നത് വരെ എനിക്ക് കാത്തിരിക്കാൻ സാധിക്കില്ല. മാസാമാസം വാങ്ങിയ പണത്തിന് കൃത്യമായിട്ട് പലിശ തരണം. അങ്ങനെ പലിശ തരാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട് ഞാൻ ലേലത്തിലേക്ക് കൊണ്ടുവരും. മേഘയും മനോഹരും പേടിയോടെ അയാളെ നോക്കുവാണ്. സേട്ട്, എന്താ സേട്ടെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യത്തോടെയൊക്കെ പറയുന്നത്? മനോഹരം പറയുന്ന സമയത്ത് സേട്ട് പറയുന്നുണ്ട്, പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? നിങ്ങൾ എനിക്ക് പലിശ തന്നിട്ടില്ലെങ്കിലും ഞാൻ വേറൊരാൾക്ക് പലിശ കൊടുക്കേണ്ടതുണ്ട്. എനിക്ക് വേറെയും മുതലാളിയുണ്ട്. ഞാൻ മുതലാളിക്ക് മറുപടി പറയേണ്ട അവസ്ഥയിലാണ്. ഈ മാസം പലിശ തന്നില്ലെങ്കിൽ അടുത്ത മാസം നിങ്ങളുടെ വീട് ലേലത്തിലായിരിക്കും. വളരെ പെട്ടെന്നായിരുന്നു അയാളുടെ നീക്കങ്ങൾ. മേഘ ഇങ്ങനെ ഞെട്ടിയിട്ട് നിൽക്കുകയാണ്. കാരണം അവൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് ഈ മാസം പലിശ കൊടുത്തില്ലെങ്കിൽ അടുത്ത മാസം, അതുമല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസം എന്നൊക്കെയാണ്. പക്ഷേ ഒരൊറ്റ തവണ തന്നെ മുടങ്ങിയപ്പോഴേക്കും അടുത്ത മാസത്തേക്ക് വീട് ലേലത്തിലേക്ക് പോവുകയാണെന്നാണ് സേഠ്ജി പറയുന്നത്. അതുകൊണ്ട് തന്നെ മേഘ ചെറിയൊരു ഭയത്തോടെയാണ് സംസാരിക്കുന്നത്. സേഠ്ജി, ധൃതി പിടിച്ചിട്ട് വീടങ്ങനെ ലേലത്തിലൊന്നും കൊണ്ടുവരല്ലേ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പിന്നെ എൻ്റെ വീട്ടിലുള്ള ആരും തന്നെ എനിക്ക് യാതൊരു വിലയും തരില്ല. അപ്പം അയാൾ ദേഷ്യത്തോടെ പറയാണ്, നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങളെ മതിച്ചാൽ എന്താ, അപമാനിച്ചാൽ എനിക്കെന്താ? മേഘ പേടിയോടെ മനോഹരനെ നോക്കി നിൽക്കുവാണ്. എനിക്ക് എൻ്റെ പലിശ പണം കിട്ടണം. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ വീട് ലേലത്തിൽ വരിക തന്നെ ചെയ്യും. ഞാൻ പോവാണ്. ഇനി സേട്ട് ഇങ്ങോട്ടേക്ക് വരില്ല. പലിശ വന്നില്ലെങ്കിൽ ലേലത്തിനിടെ നോട്ടീസാണ് ഇനി വരിക. നോട്ടീസോ? മനോഹരനും മേഘ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുമ്പോഴേക്കും സേഠ്ജി അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. മേഘ ശരിക്കും താടിക്ക് കൈ കൊടുത്ത അവസ്ഥയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേന്ന് മേഘ അവളുടെ വീട്ടിലാണുള്ളത്. അവളിങ്ങനെ അങ്കലാപ്പോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ഓരോന്ന് ചിന്തിക്കുകയാണ്. ആ സമയത്ത് അവളുടെ മനസ്സിലുണ്ടായിരുന്നത് മനീഷുമായിട്ട് സംസാരിച്ച കാര്യങ്ങളാണ്. ഞാൻ തന്ന കെമിക്കൽ സ്പ്രേ എല്ലാ മെറ്റീരിയൽസിലും അടിച്ചോ? ഇല്ല മേഘ, ഞാൻ അടിച്ചിട്ടില്ല. എന്നെ വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും എന്നെക്കൊണ്ട് ചതി ചെയ്യാൻ സാധിക്കില്ല. മനീഷ് പറഞ്ഞ വാക്കുകളാണ്. മേഘയ്ക്ക് അത് ഓർക്കും തോറും ദേഷ്യം വരികയാണ്. ഛേ, അവൾ വീണ്ടും വീണ്ടും മനീഷുമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ തന്നെയാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. മനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നിന്നെ പ്രണയിക്കുന്നത് സത്യം തന്നെയാണ്. എൻ്റെ പ്രണയം നിനക്ക് മുന്നിൽ തെളിയിച്ചു തരാൻ വേണ്ടി മറ്റൊരാളെ നശിപ്പിക്കാൻ ഒരിക്കലും എന്നെക്കൊണ്ട് സാധിക്കില്ല. അങ്ങനെയൊന്ന് ഞാനും ചെയ്യുകയില്ല. നിന്നെക്കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ചെയ്യിക്കുകയുമില്ല. മനീഷ് പറഞ്ഞ കാര്യം ഓർത്തിട്ട് മേഘയ്ക്ക് ദേഷ്യം കയറുകയാണ്. അതുപോലെ തന്നെ തലേന്ന് സേഠ്ജി വന്ന കാര്യമാണ് പിന്നീട് അവൾ ഓർക്കുന്നത്. സേഠ്ജി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ വളർന്നു വരുന്നത് വരെ കാത്തിരിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. മാസാമാസം നിങ്ങൾ വാങ്ങിയ പണത്തിന് കൃത്യമായിട്ട് പലിശ തരണം. അങ്ങനെ പലിശ തന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട് ലേലത്തിലേക്ക് കൊണ്ടുവരും. ഓരോ കാര്യങ്ങൾ ആലോചിച്ചിങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുമ്പോഴാണ് പ്രിയ അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. പ്രിയ പറയുന്നുണ്ട്, അമ്മ, അച്ഛൻ കോള് ചെയ്തു അമ്മ. പ്രിയയുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. മേഘ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം? ഇന്ന് വൈകുന്നേരം വന്നിട്ട് എന്നെയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോവാമെന്ന് പറഞ്ഞു അമ്മ അച്ഛൻ. ഞാൻ അച്ഛൻ്റെ കൂടെ പോയിക്കോട്ടെ അമ്മ? അത് കേട്ടതും മേഘ വേഗം കുട്ടിയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടി വാങ്ങിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് നിൻ്റെ അച്ഛനെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. നിന്നെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ അയാൾക്ക് നന്നായിട്ട് സാധിക്കും. അതുകൊണ്ട് നിന്നെ അങ്ങനെ അയാൾക്കൊപ്പം പുറത്തേക്ക് വിടാൻ ഞാൻ വിടാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പ്രിയ സങ്കടത്തോടെ ചോദിക്കുകയാണ്, എന്താ അമ്മ? ഇനി നിൻ്റെ അച്ഛൻ എവിടേക്ക് പോവാൻ വിളിച്ചാലും നീ അയാൾക്കൊപ്പം പോവാൻ പാടില്ല. മനസ്സിലായോ? അമ്മ പ്ലീസ് അമ്മ, അച്ഛൻ്റെ കൂടെ ഞാൻ പുറത്തേക്ക് പോയിട്ട് വന്നോട്ടെ അമ്മ. പ്രിയ കെഞ്ചുവാണ്. നിന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞത്?
അച്ഛൻ്റെ കൂടെ പോവണ്ടാന്ന്. പോയി ഇരുന്ന് പഠിക്ക്. പ്ലീസ് അമ്മ, അച്ഛൻ്റെ കൂടെ പോയിട്ട് വന്നോട്ടെ അമ്മ. പറഞ്ഞത് മനസ്സിലായില്ലേ? പോയിരുന്ന് പഠിക്കാൻ. പ്രിയ വീണ്ടും കെഞ്ചുവാണ്. പ്ലീസ് അമ്മ, ഞാൻ പൊയ്ക്കോട്ടെ അമ്മ. പക്ഷെ മേഘ വന്ന ദേഷ്യത്തിന് കുട്ടിയുടെ കവിള് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുവാണ്. മേഘ തല്ലിയ കവിളിൽ കൈവച്ചുകൊണ്ട് കരഞ്ഞിട്ട് പ്രിയ പറയുന്നുണ്ട്, അച്ഛൻ വരട്ടെ, അമ്മ എന്നെ അടിച്ച കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. പിന്നെ നീ പോയി പറഞ്ഞു എന്ന് കരുതി അവൻ എന്നെ തല്ലാൻ വരികയല്ലേ? അങ്ങോട്ട് പോടി അവിടുന്ന് എന്നിട്ട് പ്രിയയോട് ഷൗട്ട് ചെയ്യാണ്. പ്രിയ കരഞ്ഞുകൊണ്ടേ അകത്തേക്ക് പോവുകയാണ്. മേഘ ഇങ്ങനെ ദേഷ്യത്തോടെയും സങ്കടത്തോടെയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പം അങ്ങോട്ടേക്ക് മനോഹരൻ വന്നിട്ടുണ്ടായിരുന്നു. മനോഹരൻ ചോദിക്കുന്നുണ്ട്, പ്രിയ എന്തിനാ കരഞ്ഞുകൊണ്ട് പോകുന്നത്? അപ്പോഴേക്കും മുത്തശ്ശി അവൾക്ക് അരികിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേഘ മനോഹരനോട് പറയാണ്, വൈകുന്നേരം മനീഷ് പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വരുന്ന്. അവൾക്ക് അയാൾക്കൊപ്പം പോവണമെന്ന് അതിന് വാശി പിടിക്കുകയാണ്. അതുകൊണ്ട് നന്നായിട്ട് ഞാനൊന്ന് പൊട്ടിച്ചു കൊടുത്തു. അപ്പം മനോഹരൻ പറയുന്നുണ്ട്, അല്ല മേഘ, നിനക്ക് വേണ്ടി ചെറിയൊരു കാര്യം പോലും ചെയ്യാൻ അവനെക്കൊണ്ട് സാധിക്കുന്നില്ല. ഇപ്പം എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്? മേഘയോ ആ ഒരു കട്ടക്കലിപ്പിലാണ്. അപ്പോൾ മനോഹരൻ പത്രം എടുത്തുകൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പത്രം കാണിച്ചുകൊണ്ട് മേഘയോട് പറയുന്നുണ്ട്, മേഘ, പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. പേപ്പറിൽ എന്താ ഉള്ളതെന്ന് നോക്ക്. എന്താ ഉള്ളത്? മേഘ ക്യൂരിയോസിറ്റിയോടെ ചോദിക്കുകയാണ്. സേട്ട്, ഈ വീട് ലേലത്തിൽ വെച്ചിരിക്കുന്നത് പേപ്പറിലുണ്ട്. മേഘ ശരിക്കും ഞെട്ടി ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. മുത്തശ്ശിയും വാ പൊത്തി നിൽക്കുകയാണ്. അവർ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ദൈവമേ, അയാൾ പറഞ്ഞതുപോലെ തന്നെ അയാൾ ഈ വീട് ലേലത്തിൽ വെക്കാൻ പോവുകയാണോ? അപ്പോൾ ഇനി നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തെരുവിലേക്ക് പോവേണ്ടി വരുമോ? അപ്പോൾ മേഘ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, മുത്തശ്ശി ഒന്ന് മിണ്ടാതിരിക്കോ, അല്ലേ തന്നെ ഞാൻ ദേഷ്യത്തോടെയാണ് നിൽക്കുന്നത്. അമ്മാവാ, പേപ്പറിൽ സേഠ്ജി കൊടുത്ത വാർത്ത എന്താണ്? ഒന്ന് വായിച്ചിട്ട് പറ. അപ്പോൾ മനോഹരൻ ആ ഒരു വാർത്ത വായിക്കുന്നുണ്ട്. അവരുടെ വീടിൻ്റെ പിക്ചർ ഉണ്ടായിരുന്നു ആ പത്രത്തിൽ. മഹേന്ദ്രൻ്റെ വീട് ലേലത്തിൽ വെച്ചിരിക്കുന്നതും ലേലത്തിൻ്റെ ദിവസവും ആ വീടിന് അവർ മതിപ്പ് വില കൽപ്പിക്കുന്ന വിലയൊക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ആ വാർത്തയൊക്കെ മനോഹരൻ വായിച്ചു കൊടുക്കുവാണ്. ലേലം നടക്കുന്ന സ്ഥലവും ഒക്കെ ഉണ്ടായിരുന്നു, അവസാനം അയാളുടെ പേരും. അപ്പോൾ മേഘ മുഴുവനായിട്ട് കേട്ടതിന് ശേഷം പറയുന്നുണ്ട്, എന്താ അമ്മാവ, ഇൻട്രസ്റ്റ് കൊടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ അയാൾ നമ്മുടെ വീട് ലേലത്തിൽ വെക്കുവാണോ? ഈ ഒരു ന്യൂസ് മഹേന്ദ്രൻ അച്ഛനും ലക്ഷ്മി അമ്മയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ വല്ലാതെ ടെൻഷൻ ആവില്ലേ? അപ്പം മുത്തശ്ശിയും ദേഷ്യത്തോടെയാണ് ചോദിക്കുന്നത്, പിന്നല്ലാതെ ടെൻഷൻ ആവാതെ വേറെ എന്ത് ചെയ്യാനാ? മഹേന്ദ്രൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. മഹേന്ദ്രൻ്റെ ലക്ഷ്മിയുടെ കൺമുന്നിൽ ചെന്ന് പെടേണ്ട നീ. അവർക്ക് വരുന്ന ദേഷ്യത്തിന് നിന്നെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചവർ കൊല്ലും. മനോഹരനും പറയുന്നുണ്ട്, അതേ മേഘ, നീ കുറച്ച് ശ്രദ്ധയോടെ നിൽക്കുന്നത് നല്ലതാണ്. മേഘ ചെറിയൊരു ഭയത്തോടെയാണ് നിൽക്കുന്നത്. മേഘ, എനിക്കെന്തോ തോന്നുന്നത് നിന്റെ നേരം തന്നെ ഒട്ടും ശരിയല്ല എന്നാ. പോകുന്ന എല്ലാ സ്ഥലത്തു നിന്നും അടി വാങ്ങിക്കുകയാണല്ലോ. കഴിഞ്ഞ ആഴ്ച ഓഫീസിൽ അത്രയും ജോലിക്കാർ നിന്നെ അടിച്ചു. ഈ ആഴ്ച മഹേന്ദ്രൻ്റെ അടുത്തുനിന്നും ലക്ഷ്മിയുടെ അടുത്തുനിന്നും ആയിരിക്കും നീ നന്നായിട്ട് വാങ്ങിക്കാൻ പോകുന്നത്. ചുമ്മാതിരിക്കും മുത്തശ്ശി, ഞാനെന്തിനാ അവരുടെ അടുത്തുനിന്ന് അടി വാങ്ങിക്കുന്നത്? പണയം വെച്ച വീട് ലേലത്തിൽ പോകുന്നു, അതിന് ഞാനെന്ത് ചെയ്യാനാ? അപ്പം മനോഹരൻ പറയുന്നുണ്ട്, നീ എന്താ മോളെ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്? നീ പണയം വെച്ചത് കൊണ്ടാണ് ഈ വീട് ലേലത്തിലേക്ക് പോകുന്നത്. അതിന് കാരണം നീ തന്നെയല്ലേ? മേഘ ചോദിക്കുന്നുണ്ട്, ഞാനെന്താ വേണമെന്ന് വെച്ചിട്ടാണോ ഇതൊക്കെ ചെയ്തത്? ബിസിനസ്സിൽ നഷ്ടം സംഭവിച്ചു, വീട് പണയം വെച്ചു, പലിശ അടക്കാൻ സാധിച്ചില്ല, ഇപ്പോൾ വീട് ലേലത്തിൽ വന്നു. അപ്പം മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മഹേന്ദ്രൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീടായത്. ഈ വീടിൻ്റെ മൂല്യം എന്താണെന്ന് മഹേന്ദ്രനെ അറിയുള്ളൂ, നിനക്കറിയില്ല മോളെ. അതുകൊണ്ടാണ് നീ ഇത്രയും സാധാരണമായിട്ട് ഈ കാര്യം സംസാരിക്കുന്നത്. എന്തായാലും മഹേന്ദ്രൻ്റെ ലക്ഷ്മിയുടെയും കണ്ണിൽ പെടാതെ നിന്നോ. ഈ വീട് ലേലത്തിൽ പോവുകയാണെങ്കിൽ പിന്നെ നമ്മളൊക്കെ എവിടെ പോയിട്ടാണ് താമസിക്കുക? അരൺമന പോലെയുള്ള ഈ വീട് ലേലത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്താവും? മുത്തശ്ശി ഇങ്ങനെ പരിതപിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഈ വീട് പണയം വെച്ച് 3 കോടി രൂപ വാങ്ങിച്ചില്ലേ, ആ പണമൊക്കെ എവിടെ പോയി മേഘ? മുത്തശ്ശി സംശയത്തോടെ ചോദിക്കുകയാണ്. അപ്പം മേഘ പറയുന്നുണ്ട്, ആ പണം വെച്ചിട്ടാണ് എംപ്ലോയീസിന് ശമ്പളമൊക്കെ കൊടുത്തത്. അതിന് പുറമെ ബാക്കിയുള്ള മെറ്റീരിയൽസിൻ്റെ പണമൊക്കെ അത് വെച്ചിട്ടാണ് തീർത്തത്. ചിലരുടെ അടുത്തുനിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ആ കടമൊക്കെ അടച്ച് തീർത്തു. 3 കോടി രൂപയായിരുന്നോ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്? മുത്തശ്ശി പരിഹാസത്തോടെയായിരുന്നു ചോദിച്ചത്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, അതേ മുത്തശ്ശി, കടം വാങ്ങിയത് കുറച്ച് അധികമായി പോയി. മുത്തശ്ശി വാ പൊത്തി നിൽക്കുകയാണ് മേഘ നിസ്സാരമായിട്ട് പറയുന്നത് കേട്ടപ്പോൾ. അപ്പോൾ മേഘ പറയുന്നുണ്ട്, ലാൻഡ് ബ്രോക്കർ വരെ എൻ്റെ പറ്റിച്ചിട്ട് 50 കോടി രൂപയാണ് പറ്റിച്ചിട്ട് പോയത്.
മുത്തശ്ശി ശരിക്കും പറഞ്ഞാൽ അന്തം വിട്ടു പോയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും വലിയൊരു തുക നഷ്ടപ്പെടുത്തിയിട്ട് മേഘ വളരെ നിസ്സാരമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, അതുകൊണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് എനിക്ക് ഇത്രയും നഷ്ടം വന്നത് ബിസിനസ്സിൽ. ആ ലാൻഡ് ബ്രോക്കർ എന്നെ പറ്റിച്ചില്ലായിരുന്നുവെങ്കിൽ ആ 50 കോടി രൂപ എൻ്റെ കയ്യിലുണ്ടാവുമായിരുന്നു. നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരില്ലായിരുന്നു. അവനെ എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ കൊന്നേനെ ഞാൻ അവനെ. മേഘ പറയുന്നത് കേട്ടപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ ശാഠ്യം പോലെയാണ് മുത്തശ്ശിക്ക് തോന്നുന്നത്. അവർ പറയുന്നുണ്ട്, പറ്റിക്കാൻ ഒരാൾ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ പറ്റിക്കാൻ വേണ്ടി ആളുകൾ കൂട്ടത്തോടെ വന്നുകൊണ്ടേയിരിക്കും. ബാക്കിയുള്ള കാര്യത്തിലൊക്കെ നന്നായിട്ട് ആലോചിക്കുമായിരുന്നല്ലോ മേഘ. എന്നിട്ട് ഈ ഒരു കാര്യത്തിൽ പോയിട്ട് ചാടിക്കൊടുത്തില്ലേ. ഇപ്പം നോക്ക്, നിന്നെക്കൊണ്ട് ബിസിനസ്സും ചെയ്യാൻ സാധിക്കില്ല, ജീവിക്കുന്ന വീട് വരെ പോവാണ്. ഇനി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് അറിയില്ലല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവർ തിരിച്ചു പോവുകയാണ്. മേഘയ്ക്കും വല്ലാതെ ഭയമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം പോകുന്നിടത്ത് എല്ലായിടത്തൊന്നും ലോസ് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം ബിസിനസ്സും വീടും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവളും പേടിയോടെയാണ് നിൽക്കുന്നത്, വീട് കൈമോശം വരുമോ എന്നുള്ളൊരു ഭയത്തോടെ. പിന്നെ കാണിക്കുന്നത് ക്ഷേത്രത്തിലാണ് ചന്ദ്രിക ഉള്ളത്. അവൾ സിദ്ധുവിനെ കാത്തു നിൽക്കുകയാണ്. അവൾ വളരെയധികം സന്തോഷത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സിദ്ധാർത്ഥ് അങ്ങോട്ടേക്ക് വന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രിക പെട്ടെന്ന് ക്ഷേത്രത്തിലേക്കൊക്കെ വരാൻ പറഞ്ഞത്? ഒന്നുമില്ല സർ, ഗവൺമെൻറ് ടെൻഡർ നന്നായിട്ട് അവസാനിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിന് മുന്നിൽ ഞാനൊരു നേർച്ച വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. നിങ്ങളും കൂടെ ഉണ്ടാവുമായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നി. എന്താ ചന്ദ്രിക, നിന്നെ സഹായിക്കുക എന്നല്ലാതെ വേറെ എന്താ എനിക്ക് ചെയ്യാനുള്ളത്? പറ, എന്താ ചെയ്തു തരേണ്ടത്? ഗവൺമെൻറ് ടെൻഡർ നല്ല രീതിയിൽ അവസാനിക്കുകയാണെങ്കിൽ 56 ദീപം തെളിയിക്കാമെന്ന് ഞാൻ നേർച്ച വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെന്താ, ദീപം തെളിയിച്ചോളൂ. ശരി, ഈ ഓരോ ദീപത്തിൻ്റെ അകത്തേക്കും നിങ്ങൾ എണ്ണ ഒഴിക്കൂ, ഞാൻ അപ്പോഴേക്കും തിരികൊളുത്താം എന്ന് ചന്ദ്രിക പറയാണ്. സിദ്ധു അത് സമ്മതിക്കുന്നുണ്ട്. അത്രയല്ലേ ഉള്ളൂ, വാ എന്ന് പറഞ്ഞിട്ട് സിദ്ധു അവളെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് രണ്ടുപേരും അകത്തിരുന്നിട്ട് അവരവരുടെ ജോലികൾ ചെയ്യാണ്. സിദ്ധാർത്ഥ ആ ഓരോ പാത്രത്തിനകത്തേക്കും എണ്ണ ഒഴിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രിക അതിലൊക്കെ തിരികൊളുത്തി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ സിദ്ധാർത്ഥ് ചന്ദ്രികയെ തന്നെ നോക്കിയിരിക്കുകയാണ് പ്രണയത്തോടെ. അത് പൂർത്തിയാക്കിയതിന് ശേഷം ചന്ദ്രിക ഓരോ ദീപമായിട്ട് അതിന് ചുറ്റിലും വെക്കുകയാണ്. സിദ്ധാർത്ഥാണെങ്കിൽ അവൾക്ക് പിന്നാലെ അത് പിടിച്ചു കൊടുത്തുകൊണ്ടുണ്ടായിരുന്നു. മാത്രമല്ല അവൻ പ്രണയത്തോടെ അവൾക്ക് പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ ഒരു പ്രണയഗാനം പ്ലേ ആവുന്നുണ്ട്. തന്നെ സിദ്ധാർത്ഥ് നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ക്ഷേത്രത്തിൽ വന്നിട്ട് എന്നെ എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നത്? ഞാനേ നിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയല്ല, ഞാൻ നിന്നെ ആസ്വദിച്ച് നോക്കുവാണ്. മതി എന്നെ ആസ്വദിച്ച് നോക്കിയത്. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കും. ചന്ദ്രിക അങ്ങനെ പറഞ്ഞിട്ടും സിദ്ധാർത്ഥ് വീണ്ടും അവളെ തന്നെ നോക്കുന്നുണ്ടപ്പോൾ ചന്ദ്രിക അവൻ്റെ കയ്യിൽ നിന്നും ആ ഒരു തട്ട് വാങ്ങിക്കുകയാണ്. മതി, ഇനി ഞാൻ തന്നെ ചെയ്തോളാം, നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, സാറ് പോയിക്കോ. ചന്ദ്രിക പോവാൻ പറഞ്ഞെങ്കിലും സിദ്ധു പോവാതെ വീണ്ടും അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക അവനെ പിടിച്ച് തള്ളുകയാണ്. പൊയ്ക്കോ സാർ. സിദ്ധു എഴുന്നേറ്റ് നിന്നിട്ട് വീണ്ടും ചന്ദ്രികയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. തിരിച്ച് പൂജാരിക്ക് മുന്നിൽ എത്തിയ സമയത്താണ് സിദ്ധു പറയുന്നത്, ചന്ദ്രിക ഞാനും ഒരു നേർച്ചക്കടം വെച്ചിട്ടുണ്ട്. എന്താണ് സാർ? അത് ഗവൺമെൻറ് ടെൻഡർ നല്ല രീതിക്ക് അവസാനിക്കുകയാണെങ്കിൽ നിന്നെയും കയ്യിലേന്തിക്കൊണ്ട് ഈ ഒരു ക്ഷേത്രത്തിൽ 3 തവണ ഞാൻ വലം ചുറ്റി വെക്കാമെന്ന്. അത് കേട്ടതും ചന്ദ്രികക്ക് അതിശയാവുകയാണ്, പിന്നെ പേടിയും. അവൾ പറയുന്നുണ്ട്, ഒന്ന് പൊയ്ക്കേ സാർ, ഇങ്ങനെയൊക്കെ ആരെങ്കിലും നേർച്ച വെക്കുമോ? അയ്യോ ചന്ദ്രിക, ഞാൻ കള്ളമല്ല പറഞ്ഞത്, സത്യമാണ് പറഞ്ഞത്. ചുമ്മാ തമാശ പറയല്ലേ സാർ, ഞാനിത് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. ഇങ്ങനെയൊന്നും ആരും നേർച്ചയൊന്നും വെക്കില്ല. അപ്പോഴാണ് സിദ്ധാർത്ഥ് അവിടെ നിൽക്കുന്ന പൂജാരിയെ കാണുന്നത്. അപ്പോൾ അവൻ ചന്ദ്രികയോട് പറയുന്നുണ്ട്, സ്വാമി കഴിഞ്ഞ ആഴ്ച ഗവൺമെൻറ് ടെൻഡർ നന്നായിട്ട് അവസാനിക്കുകയാണെങ്കിൽ ചന്ദ്രികയും കൊണ്ട് ഞാൻ ഈ ഒരു ക്ഷേത്രത്തിൽ 3 തവണ വലം വെക്കാമെന്ന് ഞാൻ നേർച്ച വെച്ചതല്ലേ. സിദ്ധാർത്ഥ് ഭയങ്കര സ്പീഡായിട്ടാണ് സംസാരിക്കുന്നത്. ആ ഒരു നേർച്ചക്കടം നമ്മൾ നിറവേറ്റേണ്ടതല്ലേ സ്വാമി? ചന്ദ്രികയോട് പറയുമ്പോൾ അവളത് വിശ്വസിക്കുന്നില്ല. അവൾ വെറുതെ ദേഷ്യം പിടിക്കുകയാണ്. പൂജാരിക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നു. അയാൾ സിദ്ധുവിനെ നോക്കിയപ്പോൾ സിദ്ധു കണ്ണുകൊണ്ട് പറയുന്നുണ്ട് സമ്മതിക്കാൻ വേണ്ടി പറയാൻ. ചന്ദ്രികയാണെങ്കിൽ അയാളുടെ നാവിന്ന് എന്താ വീഴുന്നതെന്ന് കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ പൂജാരി പറയാണ്, സിദ്ധു പറഞ്ഞത് ശരി തന്നെയാണ്, കഴിഞ്ഞ ആഴ്ച അവൻ വന്നിട്ട് ഇതുപോലെ നേർച്ച വെച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ സത്യമാണ് ചന്ദ്രിക, ഞാൻ മറന്നുപോയതാണ്. ഇപ്പോൾ നീ ഒരു നേർച്ചക്കടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യുന്ന സമയത്താണ് എനിക്കിത് ഓർമ്മ വന്നത്. ചന്ദ്രിക ആകെ അന്താളിപ്പിലാണ് നിൽക്കുന്നത്. എന്താ ചെയ്യേണ്ടത് നമുക്ക് അറിയില്ലായിരുന്നു. കാരണം സിദ്ധാർത്ഥ് അവളെയും കയ്യിലെടുത്തുകൊണ്ട് നടക്കുമ്പോൾ ഒരുപാട് പേരത് കാണും. അപ്പോൾ സിദ്ധു ആണെങ്കിൽ തിരക്ക് പിടിക്കുകയാണ്, വാ നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ചന്ദ്രികയ്ക്ക് പേടിയായിട്ട് അവൾ പിന്നോട്ട് വരികയാണ്. അവൾ പറയുന്നുണ്ട്, സർ നിങ്ങൾ വേണ്ടാതെ ഇങ്ങനെ ഓരോ നേർച്ച വെച്ചതാണ്, മനഃപൂർവ്വം ചെയ്തതല്ലേ. ചന്ദ്രികയുടെ ആ ഒരു ദൈവവിശ്വാസം അറിയുന്നത് കൊണ്ട് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അയ്യോ ഞാൻ പറഞ്ഞത് സത്യമാണ്, ഞാനിപ്പോൾ ഈ ഒരു നേർച്ച ഫലിപ്പിച്ചില്ലെങ്കിൽ പൂർത്തീകരിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപം ഉണ്ടാവും. അയ്യോ പോ സർ, അതൊന്നും ചെയ്യാൻ പറ്റില്ല.
ചന്ദ്രിക പറയുന്ന സമയത്ത് സിദ്ധു വീണ്ടും പൂജാരിയോട് പറയാണ്, ചന്ദ്രിക ഇതിന് സമ്മതിക്കുന്നില്ല, ദൈവത്തിന് കോപം ഉണ്ടാകുന്നൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നേർച്ച കടം ഒരിക്കലും ബാക്കി വെക്കരുത്, അപ്പോൾ ദൈവം കോപിക്കുന്ന് അയാളും പറയാണ്. അങ്ങനെ മനസ്സോടെ ചന്ദ്രിക സമ്മതിക്കുന്നുണ്ട്. പൂജാരി പറയാണ്, നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ, അയാൾ നിന്നെയും ചുറ്റിയിട്ട് ഈ കോവിൽ ചുറ്റിയെന്ന് വെച്ചിട്ട് എന്ത് സംഭവിക്കാൻ പോവാനാണ്? എന്താ ചന്ദ്രിക, ഇനി നമുക്ക് ചെയ്താലോ? സാറ് വളരെ ബാലിഷായിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും നേർച്ച വെക്കുമോ? ഈ ലോകത്തിൽ ഇങ്ങനെയൊരു നേർച്ച കടം വെച്ച മറ്റാരും ഉണ്ടാവില്ല. അപ്പോൾ സിദ്ധുവും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വ്യത്യസ്തനായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഒരു നേർച്ച കടം വെച്ചത്. ശരി വാ എന്ന് പറഞ്ഞ് ചന്ദ്രികയുടെ കൈ പിടിച്ചപ്പോൾ അവൾ വീണ്ടും പിന്നോട്ട് വരികയാണ്. അയ്യോ വേണ്ട സർ, ചന്ദ്രിക ദൈവത്തിന് വെച്ച കടാണ്, ഇത് തീർത്തിട്ടില്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപം ഉണ്ടാവും. പറഞ്ഞാൽ കേക്ക് ചന്ദ്രിക, വാ. അയ്യോ വേണ്ട സർ, ആരെങ്കിലും കാണും സർ എന്നൊക്കെ ചന്ദ്രിക ഇങ്ങനെ പറയുന്നുണ്ട്. സിദ്ധു ആണെങ്കിൽ അവളുടെ കയ്യിൽ കയറി പിടിച്ചിരിക്കുകയാണ്. സർ, കാണുന്ന ആളുകളൊക്കെ എന്താ വിചാരിക്കുക സർ? അവരെന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, അതിന് നമുക്കെന്താ? നീ വാ ചന്ദ്രിക എന്ന് പറഞ്ഞത് സിദ്ധാർത്ഥ അവളെ പൊക്കിയെടുക്കുകയാണ്. അങ്ങനെ ചന്ദ്രികയും കയ്യിൽ വെച്ചുകൊണ്ട് സിദ്ധാർത്ഥ ക്ഷേത്രം വലം വെക്കുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ പേടിയോടെയാണ് അവനെ തന്നെ നോക്കി നിൽക്കുന്നത്. സർ, ആരെങ്കിലും കാണും സർ. കണ്ടോട്ടെ, ആര് കണ്ടാലും നമുക്കെന്താ? ചന്ദ്രികയും കൊണ്ട് സിദ്ധാർത്ഥ ആ ഒരു ക്ഷേത്രം വലം ചുറ്റിയ ശേഷം അകത്തേക്ക് കയറുന്ന സമയത്ത് സ്റ്റെപ്പിന് തടഞ്ഞിട്ട് അവനും ചന്ദ്രികയും താഴെ വീഴുകയാണ്. അപ്പോൾ സിദ്ധു വീണ സമയത്ത് അവൻ്റെ കൈ എവിടെയോ തട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ശരിക്ക് തട്ടിയത് സിദ്ധു ചന്ദ്രികയുടെ കൂടെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ അവൾ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നേർച്ചയുടെ ഭാഗമായിട്ട് അവർ തിരി ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദീപത്തിൽ നിന്നും തീയാണ് അവൻ്റെ കൈ തട്ടിയത്. അതായത് ഇത്രയും നേരം അവൻ കണ്ടത് മുഴുവൻ സ്വപ്നമായിരുന്നു. അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, എന്താ സാർ പറ്റിയത്? ഏയ് ഒന്നുമില്ല, ചിരിച്ചുകൊണ്ട് സിദ്ധു പറയാണ്. ചന്ദ്രിക ഒന്നും മനസ്സിലാവുന്നില്ല, എന്താ സാർ ചിരിക്കുന്നത്? പിന്നീട് പറയാമെന്ന് പറഞ്ഞ് സിദ്ധു ചിരിക്കുകയാണ്. ചിരിക്കലൊക്കെ പിന്നീട്, തൽക്കാലം ദീപം തിരി തെളിയിക്ക് ബാക്കിയുള്ളത്. രണ്ടുപേരും കൂടി ചിരിച്ചുകൊണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പൂജാരി അങ്ങോട്ട് വന്നിട്ട് ചന്ദ്രികയോട് പറയുന്നത്, ചന്ദ്രിക നിന്റെ അച്ഛൻ്റെ വീട് ലേലത്തിൽ വന്നിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് പത്രം എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ചന്ദ്രികയും സിദ്ധാർത്ഥും ഒരുപോലെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. ചന്ദ്രിക ആകെ ഷോക്കായിട്ട് എഴുന്നേൽക്കുകയാണ്. നീ ഇതിനെപ്പറ്റി പറഞ്ഞതേ ഇല്ലല്ലോ. എന്ത്, അച്ഛൻ്റെ വീട് ലേലത്തിൽ വന്നെന്നോ? എവിടെ? ഇതാ പത്രത്തിലുണ്ടല്ലോ, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥാണ് പത്രം വാങ്ങിക്കുന്നത്. അവർ നോക്കുന്ന സമയത്ത് വീടിൻ്റെ ചിത്രം അടക്കം ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ചന്ദ്രികയും സിദ്ധാർത്ഥും ഒരുപോലെ സങ്കടത്തിലും ഞെട്ടിയിട്ടുമാണ് നിൽക്കുന്നത്. എന്താ സാർ ഇത്? ചന്ദ്രിക കരഞ്ഞോട് ചോദിച്ചപ്പോൾ പൂജാരി പറയുന്നുണ്ട്, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ? ഇല്ല സ്വാമി, മേഘ ഈ വീട് സേട്ടുവിൻ്റെ അടുത്ത് പണയം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ അയാൾ ഈ വീട് ലേലത്തിൽ വെച്ചതാണെന്നാണ് തോന്നുന്നത്. എങ്ങനെ ഉണ്ടായിരുന്ന കുടുംബമാണ്, ഇപ്പം എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇനി ദൈവം മാത്രമേ നിങ്ങൾക്ക് രക്ഷയായിട്ടുള്ളൂ എന്ന് പറഞ്ഞ് പൂജാരി പോവുകയാണ്. ചന്ദ്രികയാണെങ്കിൽ അവിടെ നിന്ന് പൊട്ടി പൊട്ടി കരയുന്നുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.